മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബ്രാൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? നമ്മൾ പ്രാർത്ഥിക്കണതേ കല്ലിനോടും മരത്തിനോടും ഒന്നുമല്ല, ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. നിങ്ങളൊക്കെ എൻ്റെ ബ്ലഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ശരിയല്ലേ? നമ്മൾ ഈ മക്കളെക്കുറിച്ച് കാണേണ്ടത് അതാണ്. അവരാരാണ്? അവരിപ്പോൾ നമ്മൾ അവരുടെ കുസൃതി കൊണ്ട് പലതൊക്കെ പറഞ്ഞാലും നമുക്കറിയാം അവരാരാ. അവർ നമ്മുടെ ബ്ലഡാണ്. ദേ ആർ അവർ ബ്ലഡ്. ഇത് നമ്മളൊന്നങ്ങ് മനസ്സിലാക്കിയ ശരിക്ക്. അവരെവിടെ പോകാനാ? പക്ഷേ അവരിലേക്ക് നമ്മളിലൂടെ ചില കാര്യങ്ങൾ ഒഴുകാനുണ്ട്. അത് നമ്മളിൽ കിട്ടിയാലേ അത് ഒഴുകുള്ളൂ. അതാണ് യെശയ്യാ 59:21 കർത്താവിൻ്റെ ഒരു വാഗ്ദാനമായിട്ടാണ് പറയുന്നത്. മറ്റൊരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് കർത്താവ്, ഇത് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ ഈ ഒരു വചനത്തിൽ മാത്രം അതിൻ്റെ ആദ്യവും അവസാനവും പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി. അഗെയിൻ ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്നിൽ നിന്നോ നിന്റെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്നോ അവരുടെ സന്താനങ്ങളുടെ അധരങ്ങളിൽ നിന്നോ ഇനി ഒരിക്കലും അകന്നു പോകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാകുന്ന മാതാപിതാക്കളുടെ അധരത്തിലേക്ക് നമ്മൾ ഫസ്റ്റ് പ്രിയോറിറ്റി വചനത്തിനും ദൈവത്തിൻ്റെ ജ്ഞാനത്തിനും കൊടുത്തുകൊണ്ട് ഈ വചനവും പരിശുദ്ധാത്മാവിനെയും നമ്മളങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെവിടെ പോകുന്ന പറഞ്ഞിനി? ഇത് നമ്മളിൽ നിന്ന് അകന്നു പോകില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മക്കളിൽ നിന്ന് ഇത് അകന്നു പോകില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ ഉള്ളിലേക്ക് വന്ന ഇത് നമ്മുടെ രക്തബന്ധത്തിലൂടെ അവരിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇതൊന്ന് വിശ്വസിച്ചേ, കർത്താവാണ് അരുളി ചെയ്യുന്നത്. കണ്ടോ, അതിന്റെ ആദ്യം അവസാനം പറഞ്ഞിരിക്കുകയാണത് കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. നമ്മുടെ മക്കള് 15 വയസ്സായി കഴിയുമ്പോൾ അവര് കംപ്ലീറ്റ് വേറെ ചിന്തയായിരിക്കും. ഇത് നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കണം. 5 വയസ്സിലെ മനസ്സിലാക്കിയിട്ട് 10 വർഷം മുമ്പേ അവരുടെ ഉള്ളിലേക്ക് എന്ത് ചെല്ലണോ അത് ഇപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറണം. നമ്മുടെ ഉള്ളിൽ കയറിയാൽ മതി. ഒരു ജർമ്മൻകാരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, തോമസ് പോളെ, എൻ്റെ മകള് ഷീസ് ഗോൺ സംവെയർ 4 years ഐ ഹാവ് നോ ഐഡിയ. 4 വർഷമായിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല. ചിലർ പറയണത് ആ ഫ്രണ്ടിൻ്റെ കൂടെയാണ്, ചിലർ പറയുന്നത് ഇവൻ്റെ കൂടെയാണ്. ഒരു പിടിയില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു അമ്മയല്ലേ, എനിക്ക് വേദനയില്ലേ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഈ വചനം നീ ഓർക്ക്, ഈ വചനം നീ വിശ്വസിക്കണം. എന്നിട്ട് നീ വെളുപ്പിന് എഴുന്നേറ്റിട്ട് അവളുടെ അകത്തേക്ക് പോകാനുള്ള വചനം നിന്റെ അകത്ത് ചെല്ലണം. അവൾക്ക് എന്ത് വേണം? അവൾക്ക് ജ്ഞാനം വേണം. അവൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? ജ്ഞാനമില്ലായ്മ കൊണ്ടാ. അപ്പൊ അവളിലെ മാറ്റം വരുത്തണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം ചെന്നാൽ മതി, ദൈവത്തെക്കുറിച്ചുള്ള. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ ഇത് വിശ്വസിക്കുകയും വീണ്ടും നിങ്ങളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുകയും പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞ വാക്കുകൾ വായിക്കുക. 14, 15, 16 യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കട്ടെ. പറയണം, കർത്താവേ, ഞാനിത് വായിക്കുന്നത് ഈ ജീവനുള്ള വചനമാണിത്, ഇതെന്നിലേക്ക് ഇത് നിറയണം. മാത്രമല്ല അതോടൊപ്പം ഇത് എൻ്റെ മക്കളിലേക്ക് ഒഴുകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ പറഞ്ഞു, അത്രയും ചെയ്താൽ മതിയോ? ഇത്രയും ചെയ്താൽ മതി. ഞാൻ റിട്ടയറാണ്, എനിക്ക് ചെയ്യാം. അതാണ്, ഇത് ചെയ്യേ നിങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ ആ നാട്ടിൽ നിന്ന് പോയി. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ഒരു ധ്യാനത്തിന് അവിടെ ചെന്നപ്പോൾ വണ്ടി ഇറങ്ങിയ വഴി തന്നെ കാണുന്നത് ഇവൾ ഓടി വന്നിട്ട് പറയാണ്, തോമസ് പോൾ, ഇറ്റ് ഈസ് ഫങ്ഷനിങ്. ഞാൻ പറഞ്ഞു, എന്ത് ഫങ്ഷനിങ്?
നീ ഓർക്കണില്ലേ അന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞത്? ഓക്കെ. അവള് തിരിച്ചു വന്നിരിക്കണം. എന്നിട്ട് പറയാനത് കണ്ടോ, അവളാണ് ആ നിൽക്കണത്. അവള് തോമസ് പോളിന്റെ ധ്യാനത്തിന് വന്നേക്കണമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവള് പറയാണ് എനിക്കും ധ്യാനത്തിന് വരണമെന്ന്. റിയലി ഇറ്റ് ഈസ് അമേസിങ്. അവളും എനിക്കത് ഭയങ്കര ഒരു കൺഫർമേഷനായി. ദൈവമേ, ഒരു ജർമ്മൻകാരി, നിസാരമല്ല. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായതും അവൾ മടങ്ങി വന്ന് അവളുടെ ആ വേൾഡ് ലൈഫിൽ നിന്നും അവളൊരു ധ്യാനം കൂടാൻ വന്നേക്കണമെന്നു മകള്. എന്നിട്ട് ഇവള് പറയാണ്, അവൾക്ക് ഈ ബൈബിളൊന്നും അറിഞ്ഞൂടട്ടോ, അതുകൊണ്ട് നീ അവരോട് ഒരു സഹാനുഭൂതിയോടെ പെരുമാറണം. നീ അവളോട്, അവര് മുൻകൂട്ടി അമ്മ എന്നോട് റെക്കമെൻഡേഷൻ വന്നിരിക്കുകയാണ്, അവളെ വളരെയധികം അവളോട് സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പെരുമാറും. ഞാൻ പറഞ്ഞു, ഞാൻ സ്ട്രിക്റ്റ് അല്ലല്ലോ. അവൾക്ക് മത്തായി എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അവൾ ബൈബിളൊന്നും തുറക്കാറുണ്ട്. ഞാനൊരു പുതിയ ബൈബിളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ ബൈബിള് തപ്പുമ്പോൾ നീ അതുകൊണ്ട് വിഷമിക്കുക. ഞാൻ ഒരു പ്രയാസമില്ല, അവൾ എൻ്റെ അടുത്ത് അയച്ചു, ഞാൻ അവൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കാം. അങ്ങനെ അവൾക്കൊരു കൗൺസിലിംഗ് കൊടുത്തു. അവളൊന്ന് കുമ്പസാരിപ്പിച്ചു. അവള് ആദ്യ കുർബാനയും കുമ്പസാരവും കഴിഞ്ഞിട്ട് ഇപ്പോൾ 29 വയസ്സായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് രണ്ടാമത് കുമ്പസാരിക്കണത്. കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് അവളിങ്ങനെ ഒരു ഡാൻസ് ചെയ്തിങ്ങനെ വരികയാണ്. അവളിങ്ങനെ ഐ ഫീൽ ലൈക്ക് എ ബട്ടർഫ്ലൈ. എനിക്കൊരു ബട്ടർഫ്ലൈയുടെ മാതിരി തോന്നണമെന്ന്. ഐ ഫീൽ സോ ബ്യൂട്ടിഫുൾ. ഐ നെവർ അണ്ടർസ്റ്റുഡ് ദിസ് ഏർലിയർ. ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ പറയുന്നത് എന്താ, ഈ അമ്മയുടെ ഉള്ളിലേക്ക്, അവളുടെ ഉള്ളിൽ ത്വരങ്കം വയ്ക്കാവുന്ന എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് അവളിൽ രൂപാന്തരപ്പെടുത്താവുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഉള്ളിലൂടെ ചെല്ലേണ്ടത്. ഇത് ഭയങ്കര ഡിസ്കവറിയാണത്. നമ്മൾ അനാവശ്യമായിട്ടാണ് നമ്മൾ മക്കളെക്കുറിച്ച്, അനാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെക്കുറിച്ച് വ്യാകുലപ്പെട്ടത് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. ആവലാതിപ്പെട്ടത് കൊണ്ടും ബഹളം ഉണ്ടാക്കിയത് കൊണ്ടും ഒന്നും ഉണ്ടാകാൻ പോണില്ല. ബി പ്രൂഡൻറ്റ്. എന്താ നമുക്കുണ്ടാകേണ്ട? പ്രൂഡൻസ്. അതാണ് ജ്ഞാനം. പ്രത്യേകിച്ച് ഈ മോഡേൺ വേൾഡിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ജ്ഞാനത്തിലൂടെ ഇതെല്ലാം നേടാൻ പറ്റും. അത് നമ്മൾ അവരോട് പറഞ്ഞിട്ടല്ല, നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പം ഇന്നലെ ഞാൻ നേരത്തെ കിടന്നുറങ്ങി. അച്ഛനൊക്കെ ഭാഷണം, എനിക്കങ്ങ് ഭയങ്കര ക്ഷീണം തോന്നി, നേരത്തെ കിടന്നുറങ്ങി. അപ്പോഴേ എനിക്കറിയായിരുന്നത് കർത്താവിൻ്റെ പ്ലാനാണ് എന്നെ കൂടുതൽ നേരത്തെ എണ്ണിപ്പിക്കാൻ. അങ്ങനെ 2:30 ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനസ്സിലായോ? 2:30 മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി കർത്താവിൻ്റെ പ്ലാനാണത്. അപ്പം നമ്മളെ അതുപോലെ വെളുപ്പിന് എണീറ്റ് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു സിദ്ധാന്തം നിങ്ങൾ തുടങ്ങും. മറ്റുള്ളവർ ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിലും നമ്മൾ ഒരാളെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ചിലവർ എൻ്റെ ബ്രദറെ, എൻ്റെ വീട്ടിൽ ആർക്കും വിശ്വാസമില്ല, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ വീടിലേക്ക് ഞാൻ ഒരാളിലൂടെയാണ് ദൈവം കൃപ ഒഴുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഒരാളാണ്, എല്ലാവരും വിശ്വാസത്തിൽ ഒരുപോലെ ആകണമെന്നില്ല, എല്ലാവരും ഒരുപോലെ എണീറ്റ് പ്രാർത്ഥിക്കണമെന്നില്ല. ഇപ്പം ഞാൻ വെളുപ്പിനെ എണീക്കണം പോലെ എൻ്റെ ഭാര്യ എണീക്കണമെന്നില്ല. കാരണം പ്രത്യേകിച്ച് ഡിഫറെൻ്റ് നേച്ചറാണ്. അപ്പോൾ ഞാൻ അവരെ നിർബന്ധിക്കണമില്ല. നമ്മൾ കർത്താവേ, നീ എന്നിലേക്ക് ഒഴുകുന്ന ഇത് എന്നിലൂടെ എൻ്റെ ഭാര്യയിലേക്കും എൻ്റെ മക്കളിലേക്കും ഒഴുകും എന്ന ഈ രഹസ്യം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ മാറ്റം വരുത്തണം. നമ്മൾ എന്തെങ്കിലും ഒരു എണ്ണിപ്പറക്കി, ഇത്ര കൊന്ത ചെല്ലണം, ഇത്ര ആശുപത്രിയിലേക്ക് ചെല്ലണം, ഇത്ര കൊന്ത ചെല്ലണം, ആ കണക്കല്ല വേണ്ടത്. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധമാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഇനഫ്. ഇനി ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. നമുക്കൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിച്ച് കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച്, ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം. നമുക്ക് ഇടവേളയ്ക്കുള്ള സമയമില്ല. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം,
യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി. Praise the Lord. Okay. Yes. Yes. പഠിക്കൂ. പകർന്നിടണേ പരിചയത്തെ ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ ശുദ്ധാത്മാ ഇരിക്കാം. താങ്ക് യു. ഇനിയും പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇനിയുള്ള ആഴ്ചയെല്ലാം കർത്താവിൻ്റെ പീഠാനുഭവത്തിൻ്റെ ചിന്തയാണ് എപ്പോഴും നമ്മളിലേക്ക് ഉള്ളത്. നമ്മൾ കുരിശിൻ്റെ വഴി എല്ലാ ദിവസവും ഇനി ദിവസം ചെല്ലുമായിരിക്കും. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾക്കുണ്ടാകേണ്ട ഒരു പുതിയ ഉൾക്കാഴ്ച ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. അത് ചുരുക്കി എങ്ങനെ പറയാമെന്നുള്ളതാണ് ചിന്തിക്കണേ. ഓക്കെ, നമ്മൾ എപ്പോഴും അല്ലെങ്കിൽ ഈശോ തന്നെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമാണ്, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ, ശിഷ്യനായി കഴിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചോ, ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? ഹൂഎവർ വിഷസ് ടു ബി മൈ ഡിസൈപ്പിൾ, അവൻ എന്ത് ചെയ്യണം? അവൻ സ്വയം പരിത്യജിക്കുകയും പിന്നെ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ഇത് നമ്മളിതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണെങ്കിലും അത് ശരിയാണത്, അത് വളരെ ശരിയും. അത് അതൊരു നെഗറ്റീവിസമായിട്ട് ചിന്തിക്കരുത്. അതിനകത്തൊരു നെഗറ്റീവ് ധ്വനി അല്ല ഉള്ളത്. അങ്ങനെ സാധാരണഗതിയിൽ പരിത്യജിക്കുക, കുരിശെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ഒരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെയല്ല. പരിത്യജിക്കുക, സ്വന്തം പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്ലാനും പദ്ധതികളും വിട്ട് അതിനേക്കാൾ ഉന്നതമായി ദൈവം നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്ലാനിലേക്ക് നമ്മൾ മാറുക എന്നാണ് അർത്ഥം. പ്ലാൻ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകണ ഒരു കാര്യമില്ലേ? പ്ലാനില്ലേ, നമ്മൾ പറയും നിന്റെ എന്ത് ടെലിഫോണാ, എന്ത് പ്ലാനാണ് നീ എടുത്തേക്കണേ? ഓ, ഈ പ്ലാനൊക്കെ പഴയത്, ഇത് മാറ്റി പുതിയ പ്ലാൻ എടുക്കാൻ പറയൂലേ. ആൾക്കാർ എന്നെ ഫോൺ വിളിച്ച് പറയാൻ, വാട്ട് ഈസ് യുവർ പ്ലാൻ? ഞാനത് കേൾക്കുമ്പോഴേക്കേ ഫോൺ വയ്ക്കും. നമുക്കിതൊന്നും കേൾക്കാൻ സമയമില്ല. പക്ഷേ നമ്മളുടെ ഇതിപ്പോൾ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാന്ന് വിചാരിക്കരുത്. നമ്മളെ ചെറുപ്പം മുതൽ നമുക്കുള്ള ഫോർമേഷൻ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യണമല്ല എന്നുള്ളതാണ്. നിനക്ക് നിൻ്റെതായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ നല്ല കാര്യമാണ്, നിൻ്റേതായിട്ടുള്ള പ്ലാൻ ഉള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ആ പ്ലാൻ അനുസരിച്ച് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ എൻ്റെ പ്ലാനിനേക്കാളും വലിയ ഒരു പ്ലാൻ നിനക്കുണ്ടാകുമല്ലോ, അതായിരിക്കട്ടെ എൻ്റെ പ്ലാൻ, അതാണ് എൻ്റെ പ്ലാൻ എന്ന രീതിയിൽ വി ഹാവ് ടു സ്വിച്ച് ഓവർ. അതാണ് ഒരു കാര്യം, അതിൻ്റെ ആദ്യ ഭാഗം. അതൊക്കെ അപ്പോൾ ആ ദൈവഹിതം നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഒരു വശം. നമ്മുടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും കാരണം ഈ യോനാ സിൻഡ്രം എന്ന് പറയും. യോനായ്ക്ക് പ്രവാചകനാണ്, ദൈവസ്വരം ശരിക്ക് കേൾക്കാം, കൃത്യമായിട്ട് ദൈവം പറയണത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അത് ചെയ്യാൻ പറ്റണില്ല. യോന വിചാരിച്ചു കർത്താവ് അങ്ങനെയൊക്കെ പറയും, പിന്നെ പള്ളി പറഞ്ഞാൽ മതി. നിനവേക്ക് പോകാൻ പറഞ്ഞിട്ട് യോന പോയത് താർശീഷിലേക്ക്. പക്ഷെ എന്ത് സംഭവിച്ചു? അപ്പം നമ്മുടെ പ്ലാൻ അനുസരിച്ചാണ്, യോനായുടെ പ്ലാൻ അനുസരിച്ച് പോകുന്നു. പക്ഷെ കർത്താവ് ഇത്ര കരുണാസമ്പന്നനായ ദൈവം, കരുണ ആരെക്കുറിച്ചാണ്? നിനവേയിലെ
ജനങ്ങളെക്കുറിച്ചുള്ള കരുണ കർത്താവ് കൊടുക്കണ്ടേ? ആരും ഇവിടെ അതിനെക്കുറിച്ചൊരു സാക്ഷ്യം പറയുന്നു ഇവിടെ പറഞ്ഞായിരുന്നു. സംബഡി സെറ്റ്. അപ്പം ഞാൻ പറയുന്നത് വേറൊരു വശമാണ് അതിൻ്റെ. ഞാൻ പറയുന്നത് ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാതിരുന്നത് കൊണ്ട്, കർത്താവിൻ്റെ പ്ലാനിലേക്ക് സ്വിച്ച് ഓവർ അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാതിരുന്നത് കൊണ്ട്, സ്വന്തം പ്ലാൻ തിരസ്കരിക്കാതിരുന്നത് കൊണ്ട് കടല് കൊടുങ്കാറ്റുണ്ടാക്കി. കടലിൽ പ്രശ്നം, കപ്പലിൽ പ്രശ്നം, കപ്പലിലെ ചരക്ക് മുഴുവനും വലിച്ചെറിഞ്ഞു, കപ്പലിലുള്ള സകല ആളുകൾക്കും പ്രശ്നം. ഞാൻ പറയണത്, ചിലവർ പറയണം എൻ്റെ ബ്രദറെ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഒരുപാട് ഇഷ്യൂസാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇതായിരിക്കാം ചിലപ്പോൾ ഇഷ്യൂസിൻ്റെ കാരണം. അത് കഴിഞ്ഞ് ഈ കപ്പലിൽ കിടക്കണ ഒരു വിശ്വാസമില്ലാത്ത അവർ തന്നെ എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതേ സമയത്ത് പ്രവാചകൻ കിടന്നുറങ്ങാണ്. പക്ഷേ നറുക്കിട്ടപ്പോൾ മനസ്സിലായി, ഇവനാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. ആര്? പ്രവാചകൻ. എന്താ പ്രശ്നങ്ങളെന്ന് അവസാനം യോന, ഇവിടെയാണ് ഒരു പ്ലസ് പോയിന്റ് യോനായുടെ. യോനായ്ക്ക് ഒരു പർട്ടിക്കുലർ ഒരു ഭയങ്കര ഒരു ധൈര്യം കിട്ടുകയാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെ. പറയാണ്, നിങ്ങൾ എന്നെ കടലിലേക്ക് വലിച്ചെറിയുവിൻ, ഞാൻ പോകുന്ന കപ്പൽ വേറെ വഴിയാണ്. അങ്ങനെ അവരാദ്യം അത്, അയ്യോ നിന്നെ വലിച്ചെറിയണോ, ഇറ്റ്സ് ഇമ്പോസിബിൾ, ഞങ്ങളത് ചെയ്യുന്ന തെറ്റല്ലേ. ഇല്ല, നിങ്ങൾ ചെയ്തോ. അങ്ങനെ എറിഞ്ഞു. ഉടനെ കടലും ശാന്തമായി, പ്രശ്നമെല്ലാം മാറി. അപ്പൊ ഇതിന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. വിൽ ഓഫ് ഗോഡ് ഈസ് വൺ, an acceptable will of God and perfect will of God. അപ്പൊ ദൈവഹിതത്തെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മൾ തന്നെ ആ പ്ലാനിലേക്ക് നമ്മൾ അങ്ങ് ഫിറ്റ് ആകുകയാണെങ്കിൽ എല്ലാം വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകും. സ്മൂത്ത് ആകാതെ പോകുന്നതിൻ്റെ കാരണം ഈ കൊടുങ്കാറ്റും ഈ കപ്പലപകടം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഇത് ഒരാളുടെയും പൂർവശാപോ ആരുടെയെങ്കിലും പാപത്തിൻ്റെയോ ഒന്നുമല്ല കാരണം. നമ്മൾ കർത്താവിൻ്റെ പ്ലാനിൽ പകരം വേറെ ഏതോ പ്ലാനിലേക്ക് പോകാൻ. അപ്പം ഇത് മനസ്സിലാക്കുന്നതിനാണ് ഞാനൊരു ഗുളിക തന്നു കഴിഞ്ഞു, ജ്ഞാനം. ആ ജ്ഞാനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങയുടെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അയച്ചാലല്ലേ ഞങ്ങൾക്ക് അങ്ങയുടെ ഹിതമെന്തെന്ന് മനസ്സിലാവുകയുള്ളൂ. അതിൽ 14-ാം അധ്യായം ഇതുപോലെ ഒരു കപ്പൽ അപകടത്തെക്കുറിച്ചാണ് ജ്ഞാനം 14-ൽ പറയുന്നത്. അത് നമുക്കൊക്കെ നല്ലൊരു ആശയമാണ്. ഒരു കോളുകൊണ്ട കടലിൽ കപ്പലിൽ യാത്ര ചെയ്യുന്നവൻ, കേട്ടോ, കോളുകൊണ്ട കടലിൽ കപ്പലിൽ യാത്ര ചെയ്യുന്നവൻ അവൻ ഇരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ ഒരു തടിക്കഷ്ണത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഈ തടിക്കഷ്ണം? കപ്പലിലെ ഇരുമ്പ് കപ്പൽ അപകടത്തിലാകാൻ പോകുന്നു. കാറ്റും കോളും, കപ്പൽ മുങ്ങുന്ന ഉറപ്പായി. ഇനി എന്താ രക്ഷ? ഒരു തടിക്കഷ്ണം. എന്താണ് ആ തടിക്കഷ്ണം? ആരെങ്കിലും പറയാമോ? ഓക്കെ, ഈ ബോട്ടിലും കപ്പലിലും ഒക്കെ നിങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ, ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടല്ലോ. ബോട്ടിൽ കയറുമ്പോൾ തന്നെ ലൈഫ് ബോയ് എന്ന് പറഞ്ഞ ഒരു റൗണ്ട് സാധനം കണ്ടിട്ടില്ലേ? അത് കോർക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം എല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊരു മരമാണ്, അത് പൊങ്ങിക്കിടക്കുള്ളൂ. ഇറ്റ് കനോട്ട് സിങ്ക്, അത് മുങ്ങില്ല. അതാണ് ആ തടിക്കഷ്ണം. ഈ ബോട്ടിന്റെ സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. എന്തിനാ? ബോട്ട് മുങ്ങിയാൽ തടിക്കഷ്ണം പൊങ്ങും. അതുമ്മ തൂങ്ങി മനുഷ്യൻ രക്ഷപ്പെടും. അവിടെ എഴുതിയിരിക്കുകയാണ്, ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ആ തടിക്കഷ്ണം, അതായത് എത്ര അപകടത്തിൽ നിന്നും ഒരു കപ്പൽ യാത്രക്കാരെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ആ തടിക്കഷ്ണം. അതുകൊണ്ട് എന്ത് അപകടത്തിലും നിന്നും രക്ഷിക്കാൻ
ദൈവത്തിന് പ്ലാൻ മുൻകൂട്ടി ഉണ്ട് എന്നും ഇനി തടിക്കഷ്ണത്തിലൂടെ തിരമാലകളുടെ സഹായത്തോടെ കരയ്ക്കടുക്കുന്നു. ഈ തടിക്കഷ്ണത്തിൽ തൂങ്ങിക്കിടന്നാൽ ഇത് എങ്ങനെ അടുക്കുക കരയ്ക്ക്? ആരടുപ്പിക്കുക? തിരമാലകളാണ് അടുപ്പിക്കുക. അപ്പൊ തിരമാലകൾ വേണോ? വേണം. അപ്പൊ ഇങ്ങനെ ജ്ഞാനത്തിന്റെ പുസ്തകം നമ്മൾ വായിക്കുകയും ആ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ജ്ഞാനത്തിലൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു സഹോദരി, നിങ്ങളുടെ അമേരിക്ക ഭാഗത്തുള്ള ഒരു സഹോദരി പറയാണ്, ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ മേടിച്ച വീട് വളരെ വലുതായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ മോർഗേജ് ഈസ് സോ ഹൈ. അന്ന് ജ്ഞാനമില്ലാതെ കൊണ്ട് മേടിക്കുമ്പോൾ നല്ലാലെന്ന് വെച്ച് വലുതൊരെണ്ണം മേടിച്ചിട്ടു. ഇപ്പം മോർഗേജ് കൂടുതലായിട്ട് എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ തീരുമാനിച്ചു അതങ്ങ് വിറ്റിട്ട് ചെറുതൊരെണ്ണം മേടിക്കാൻ. ഇതൊക്കെ ഒരു തീരുമാനമാണ്. ഇപ്പം സമാധാനമായി. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട്? എപ്പോഴാണ് ഇത് മനസ്സിലായത്? ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. ഇത് ഈ ഭൗതിക കാര്യമാണെങ്കിലും അതിനകത്ത് അർത്ഥമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നത്. ഇനി രണ്ടാമത്തെ ഞാൻ പറയാൻ വന്നത് സഹനത്തിൻ്റെ കാര്യമാണ്. പക്ഷെ അപ്പോൾ ആ ദൈവഹിതത്തിലേക്ക് പോയി. എനിവേ, ദാറ്റ് ഈസ് വർത്ത്. രണ്ടാമത് ഈശോ പറഞ്ഞു, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ഇവിടെ പെട്ടെന്നുള്ള ഒരാശയം, നമ്മൾക്ക് കുരിശിന് കുറവൊന്നുമില്ല. കുറവുണ്ടോ ആർക്കെങ്കിലും? കുരിശില്ലാത്തവരുണ്ടോ? ആരുമില്ല. അപ്പോൾ കുരിശെല്ലാവർക്കും ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുരിശും എടുത്തുകൊണ്ട് തന്ന ആളുടെ പുറകേട്ടാ പോണേ. അതാ പ്രശ്നം. ക്ലിക്കായില്ലേ? കുരിശൊരാൾ തന്നാൽ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അയാളുടെ പിന്നാലെ പോകരുത്. പെട്ടെന്നൊന്ന് ചിന്തിച്ചോ. ഇത് സ്വന്തം കുരിശ് വേണം. കുരിശുണ്ട്. ചിലപ്പോൾ ഭർത്താവിൽ നിന്നാണ് കുരിശ്, ഭാര്യയിൽ നിന്നാണ് കുരിശ്, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മക്കളിൽ നിന്നൊക്കെ കുരിശുണ്ട്. ജോലി സ്ഥലം കുരിശ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നാലാളോട് വെറുതെ കണ്ട, അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല, ഇത് അനീതിയാണ്, ഇത് വഞ്ചനയാണ്, ഒരു കാര്യം ഞാൻ ഒരു തെറ്റും ചെയ്യാണ്ട് തന്നെ ആവശ്യമില്ലാണ്ട് വഴക്ക് പറയുകയാണ്, എന്താണ് ഇങ്ങനെ അതിന് ഇതിൻ്റെ പറയുന്നു. അതോടുകൂടി അതിൻ്റെ കൃപ മുഴുവനും പോയി. എന്ത് ചെയ്തു? കുരിശ് പിടിച്ചുകൊണ്ട് കുരിശ് തന്ന ആളുടെ പുറകെ. ഇതാണ് ഈ പാഷൻ സൺഡേയിലൊക്കെ. പാഷൻ ഈശോ പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പിലാത്തോസ് പറയാണ്, നിന്നെ കൊല്ലാനും വിട്ടേക്കാനുമുള്ള അധികാരമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഈശോ കൂളായിട്ട് പറയാണ്, അത് എൻ്റെ പിതാവ് തന്നതുകൊണ്ടാണ് നിനക്ക് എൻ്റെ മേൽ കുരിശെടുക്കാനുള്ള അധികാരം. ഈശോ ഈ കുരിശ് ആരുടെ കയ്യിൽ നിന്നാണ് സ്വീകരിച്ചത്? പീലാത്തോസിന്റെ കയ്യിൽ നിന്നാണോ? ഈശോ ചമ്മട്ടിയടി സ്വീകരിച്ചത് ചമ്മട്ടിയടിച്ച ആളുകളുടെ കയ്യിൽ നിന്നാണോ? അല്ല, എല്ലാം പിതാവിന്റെ കയ്യിൽ നിന്നാണ് സ്വീകരിച്ചത്. അപ്പൊ അതുപോലെ നമ്മളത് പിശാചിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അസമാധാനമായിരിക്കും. എന്നാൽ ഇതേ സംഭവം തന്നെ പിശാചാണ് ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷേ എങ്കിലും അത് പിശാചിന്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിക്കണല്ലേ. എൻ്റെ പിതാവ് അറിയാണ്ട്, പിശാചെ നിനക്ക് എന്നെ തൊടാൻ പറ്റില്ല. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പിതാവിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ചോളാം. ഇപ്പൊ വ്യത്യാസം കണ്ടോ? നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പിശാചാണ് നമ്മളെ പീഡിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ പിതാവ് അറിയാണ്ട് പിശാചിനെ എന്നെ പീഡിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് പിതാവിൻ്റെ കയ്യിൽ ഞാൻ സ്വീകരിക്കുന്നു. ഇതാണ് ഈ വലിയ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും ജീവിതം മുഴുവനും ചിന്തിക്കേണ്ടതും. ഒരു പ്രാവശ്യം നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇനി എല്ലാ സഹനവും ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതാണ് നിങ്ങൾ അധികം കേൾക്കാത്ത വചനങ്ങളാണ് ഞാൻ പറയണത്. യേശയ്യ 50-ാം അധ്യായത്തിൽ പറയാണ്, അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. യേശയ്യ 50:6. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല.
ഇത് കർത്താവ് അനുഭവിച്ചതാണ്. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇത്? ഇല്ലെങ്കിൽ ഇത് അനുഭവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്നെങ്കിലും ഒരിക്കൽ ഇത് അനുഭവിക്കും. അത് ഫിസിക്കലായിട്ടല്ലെങ്കിൽ എമോഷണലായിട്ട് ഇത് അനുഭവിക്കും. ഷുവറാണ്. അതൊരു ശാപമല്ല, ഇത് യേശുവിൻ്റെ സഹനത്തിലുള്ള പങ്കാളിത്തമാണത്. ഒരിക്കലൊരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, അവളുടെ ഭർത്താവ് വലിയ മദ്യപാനമാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ആള് എന്താ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്തുകൊണ്ടാ? പിന്നെ മദ്യമാണ്, ഒരു ബോധമില്ല. കൈ കെട്ടത് അടിക്കും, വലിച്ചെറിയും, ഇവളെ ക്രൂരമായിട്ട് അടിക്കും. അടിച്ച് ചേട്ടത്തടിക്കും, കാർപ്പിച്ച് തുപ്പും, മുതുകിട്ടടിക്കും. ഇത് എല്ലാ ദിവസമായി. 2 കുട്ടികളുണ്ട്. ഇവള് പലരോടും കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ കുറച്ച് നാൾ മാറി താമസിക്കും അവൻ്റെ അടുക്കിന്ന്. പക്ഷേ ഇത് അവൾക്ക് പറ്റണില്ല. രാവിലെ ഇയാൾ പുണ്യാളനാ, വളരെ നല്ല മനുഷ്യൻ, അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും, വളരെ സ്നേഹം. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ ആള് വേറെ. അപ്പോൾ പക്ഷേ ഒരു നിവൃത്തിയിലാണ്ടായി. അപ്പോൾ ആരോ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു, എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പലരും പറയണത് മാറി താമസിക്കാനാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും മാറി താമസിക്കരുത്, അതല്ല ഇതിന് പ്രതിവിധി. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാം. നീ യേശയ്യ 50-ാം അധ്യായം എടുക്ക് പുസ്തകം, എന്നിട്ട് ഈ എഴുതിയേക്കണമെന്ന് വായിച്ചേ. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. അയ്യോ, ഇത് എന്നെ പറ്റിയാണല്ലോ പറയണേ. ആഹാ, തോന്നുന്നുണ്ടോ നിനക്ക്? ഇത് തന്നെയാണ് എനിക്ക് സംഭവിക്കണേ. അതുകൊണ്ടാണ് ഞാനിത് നിന്നോട് വായിക്കാൻ പറഞ്ഞത്. എന്നാൽ നിനക്കറിയോ ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? എനിക്കറിയില്ല. അത് ഇപ്പം ഞാൻ മനസ്സിലായി, യേശയ്യായുടെ പുസ്തകത്തിലാണ്. പക്ഷെ യേശയ്യായുടെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ദാസൻ 3, കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹായാണ്. ഈശോ സഹിക്കുന്നതിന് 735-50 വർഷം മുമ്പ്, അല്ലെങ്കിൽ 700 മുതൽ 725 വരെ വർഷം മുമ്പ് യേശയ്യായിലൂടെ പറഞ്ഞിരിക്കുന്നതാണ് ഈ കർത്താവിൻ്റെ ദാസനുണ്ടാകാൻ പോകുന്ന ഓരോ സംഭവങ്ങളും. അവൻ്റെ പുറത്തടിക്കും, അടിച്ചവർക്ക് അവൻ പുറം കാണിച്ചു കൊടുക്കും, ചെകിട്ടത്തടി കിട്ടും, കാർപ്പിച്ച് തുപ്പും, അതെല്ലാം അവൻ സ്വീകരിക്കും. അപ്പം എന്താ ബ്രദർ പറയണതിൻ്റെ അർത്ഥം? ഞാൻ പറയണതിൻ്റെ അർത്ഥം, നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തു നിന്നിൽ വസിക്കുന്നത് കൊണ്ട് ഈ ക്രിസ്തു അനുഭവിച്ച വേദനകളിൽ ക്രിസ്തുവിനെ ആശ്വസിപ്പിക്കാനും കൂടിയുള്ളൊരു വിളിയാണ് നിനക്കുള്ളത്. ഈശോ സങ്കീർത്തനത്തിലെല്ലാം പറയുന്നത് ഇതാണ്. നമ്മുടെ അബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയിലുണ്ട്, തന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നവൻ നോക്കി, ആരെയും കണ്ടില്ല. സങ്കീർത്തനത്തിൽ എവിടെയാ അത് എഴുതിയേക്കണമെന്ന് അറിയോ? ആരെങ്കിലും പറയാമോ? സമയം കഴിഞ്ഞു. 69:20-21 അതാണ് സങ്കീർത്തനം മുഴുവനും. അതാണ് ഈശോ സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പൂർത്തിയാകണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയ്ക്കും ആശ്വാസം ആഗ്രഹമുണ്ട്. ഈശോയ്ക്ക് ആശ്വാസം ആഗ്രഹമുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. അപ്പം ആ ഗെത്സമനിയിൽ നടന്നത് അതാണ്. അപ്പോഴാണ് അപ്പോസ്തലന്മാരോട്, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഒന്ന് എൻ്റെ കൂടെ ഇരിക്കുമെന്ന് ഉണർന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുക. അവർക്കും പറ്റണില്ല. അപ്പോഴാണ് ദൈവം ഒരു മാലാഖയെ അയച്ചത്, കൺസോളിങ് ഏഞ്ചൽ എന്ന് പറയും. ഇനി മാലാഖേനെ അയക്കണോ?
ആ മാലാഖയ്ക്ക് പകരം നമ്മൾ ആരെങ്കിലും യേശുവിനെ ആശ്വസിപ്പിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? കാര്യമായിട്ട് ചോദിക്കാൻ ഞാൻ. നിങ്ങളിൽ ആരെങ്കിലും യേശുവിനെ ആശ്വസിപ്പിക്കാനുണ്ടോ? ഉള്ളവരൊന്ന് കൈപൊക്കിയേ. ഗുഡ്. അതൊരു വലിയ വിളിയാണത്. ഈ കുറച്ച് നാൾ മുമ്പ് ഒരു അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞൊരു കഥയാണ്. ഈ ഇസ്രായേലിലെ ഒരു നാട്ടുകഥയാണ്. അതായത് അവരുടെ ഒരു നാട്ടിൽ ഒരു ഗ്രാമപ്രദേശത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര ഹൃദയഭാരം, സഹിക്കാൻ പറ്റണില്ല. ഒരു കാര്യമില്ല, പക്ഷെ സഹിക്കാൻ പറ്റണില്ല, ഭയങ്കര ഹൃദയവേദന. അപ്പോൾ അവരെല്ലാവരും കൂടി യോഗം ചേർന്നപ്പോൾ എന്നിട്ട് ഇങ്ങനെ തീരുമാനിച്ചു, ഒരാൾ ഇതിനു വേണ്ടി മാത്രം, ഈ നമ്മുടെ ജീവിതഭാരം ചുമക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒരാളെ നിർത്താം, അപ്പോൾ ബാക്കിയുള്ളവർക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ അവർ കണ്ടുപിടിച്ചത് ഒരു ചെരുപ്പ് കുത്തി അവിടെ ഇരുന്ന് ചെരുപ്പ് കുത്തുണ്ട്. അവന് വലിയ പണിയൊന്നുമില്ല, 2 ചെരുപ്പ് ഒരു ദിവസം കിട്ടും കൂടി വന്ന്. പിന്നെ അവൻ അവിടെ ഇരിപ്പ് തന്നെ. അതുകൊണ്ട് പറഞ്ഞു, നീ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാരം ചുമക്ക്, നിനക്ക് ഒരു സ്വർണ്ണ നാണയം ഒരാഴ്ചത്തേക്ക് തന്നേക്കാം. എല്ലാവരും അത് പാസ്സാക്കി. അത് കഴിഞ്ഞപ്പോൾ അവൻ പറയാണേ, അത് ശരിയാവില്ല. അതെന്താ? നിങ്ങൾ എനിക്കൊരു സ്വർണ്ണ നാണയം തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ ജീവിതം ഭയങ്കര സുഖസമൃദ്ധിയാവും, പിന്നെ ഞാൻ നിങ്ങളുടെ ഭാരം എങ്ങനെ ചുമക്കണേ? കണ്ടോ? എനിക്കറിഞ്ഞൂടാ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോന്ന്. ആർക്കാണ് ഈശോയെ ആശ്വസിപ്പിക്കാൻ സാധിക്കുക? ഈശോയെ ആശ്വസിപ്പിക്കാൻ ലക്ഷറി ഹോട്ടലിൽ സുഖസമൃദ്ധിയിൽ അടിപൊളിയായിട്ട് ഒരു സഹനമില്ലാണ്ട് ജീവിക്കാൻ ആർക്കും പറ്റില്ല. ആർക്കാ പറ്റുക? ഈശോ സഹിച്ച അതേ സഹനം അനുഭവിക്കുന്നവർക്ക് ഈശോയെ ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. കൺസോളിങ് ഏഞ്ചൽ എന്നാണ് അതിന് പറയാം. എനിവേ, അപ്പം ഞാൻ ഇവളോട് ഇതൊക്കെ പറഞ്ഞിട്ട്, നിനക്കൊന്ന് ഈശോനെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ? അതെന്താ അതിൻ്റെ അർത്ഥം? നീ ഇതുവരെ നിനക്ക് കിട്ടിയ അടിയും അതിൻ്റെ വേദനയും ഒന്ന് മനസ്സിൽ കാണുക. ഇപ്പം തന്നെ അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. ആ വേദന ഇപ്പോഴും നിന്നിലുണ്ട്. ആ വേദന ഈശോയെ നിന്റെ വേദനയോട് ഞാൻ ചേർക്കുന്നു. നീ അനുഭവിക്കുന്ന ആ വേദനയുടെ ഒരു നുള്ളാണ് ഈ വേദന. അത് ഞാൻ സ്വീകരിക്കുകയും നിന്റെ വേദനയോടുകൂടെ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. അപ്പൊ അവള് പറയുന്നു, അയ്യോ എനിക്കിപ്പോ ഭയങ്കര ആശ്വാസമായല്ലോ. There you go. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് വൈകുന്നേരം ഞാൻ അപ്പോൾ അത് നേരത്തെ തന്നെ അങ്ങ് ഒരുങ്ങാം അത് സമർപ്പിക്കാൻ. അവൾ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ. എന്നിട്ട് നാളെ ഞാൻ പറയാം വിവരം. പിറ്റേ ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഇന്നലെ ഇതിന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ ആ സെൻസേഷൻ? അത് ഞാൻ ഈശോയ്ക്ക് കൊടുത്തു നേരത്തെ തന്നെ. അതെനിക്കങ്ങ് കിട്ടാൻ വേണ്ടി. അയാൾ നേരത്തെ ഒന്ന് വന്നിരുന്നെങ്കിൽ, ആ 2 അടി കിട്ടിയിരുന്നെങ്കിൽ ആ വേദന ഒന്ന് ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെ ഒന്ന് ആശ്വസിപ്പിക്കായിരുന്നു. അത് കിട്ടി, ഭയങ്കര സന്തോഷമായി. അത് അപ്പം തന്നെ ഞാൻ ഈശോയ്ക്ക് കൊടുത്തു. ഒതിരെ കിട്ടി, മുമ്പത്തെക്കാളും കൂടുതൽ കിട്ടി. പക്ഷെ ഒരു വേദന എനിക്ക് തോന്നിയില്ല. ആ വേദന മുഴുവനും ഈശോയുടെ വേദനയുമായിട്ട് അങ്ങ് ലയിച്ചു. വേറൊരു സംഭവം നടന്നു. അപ്പോ എൻ്റെ അടുത്തെ കണ്ണിൻ്റെ ഈ കോർണറിലൂടെ ഒരു ദർശനം പോലെ ഞാൻ കണ്ട് പിശാചി ചമ്മി എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടണത്. ഇതാണ് കുരിശ് കണ്ട പിശാച് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. കുരിശ് കണ്ട പിശാച് ഓടുന്നു പറയണത് ഈ മരത്തിൻ്റെ കുരിശ് കണ്ടാലല്ല ഓടണത്. ഹൃദയത്തിൽ ഈശോയുടെ വേദനയോട് നമ്മുടെ വേദന പങ്കുചേരും. വേറൊരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഇതേമാതിരി ഇടവക ധ്യാനം. അപ്പോൾ കുറേ ദിവസം മുമ്പ് ഒരു ചേടുത്തി ആ ഇടവകയിലുള്ള എന്നെ വിളിച്ചിട്ട് പറയാണ്, ചേടുത്തി എന്ന് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇസ് ഇറ്റ് ഇൻ ഗുഡ് മീനിങ്? കുഴപ്പമില്ലല്ലോ.
എന്നെ വിളിച്ചിട്ട് പറയാണ്, ബ്രദറെ ഞങ്ങളുടെ ഇടവകയില വരാൻ പോണത്, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം. ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഞാനല്ലോ നിശ്ചയിക്കണേ, അവിടെ അച്ഛനും ആൾക്കാർ, അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, അച്ഛന് വിരോധമൊന്നുമില്ല. അല്ല, നമ്മൾ എന്താ കാര്യം? അതെ, എനിക്കറിയാം അവിടെ കൗൺസിലിങ്ങിനൊന്നും സമയം കിട്ടുമെന്ന്, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ രാത്രി ബ്രദറിന് കൊണ്ട് എനിക്ക് സംസാരിക്കണം. ആഹാ, അപ്പോൾ എനിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ രാവിലെ അങ്ങനെ ധ്യാനിപ്പിക്കണേ? അപ്പോൾ ഞാൻ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് ജീവിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. എൻ്റെ അമ്മേ, എന്നാൽ പിന്നെ ശരി, അവിടെ തന്നെ ചെയ്തോ. അങ്ങനെ അവിടെ ചെന്ന വഴിയിട്ട് ഞാൻ പറഞ്ഞു, ഏതായാലും രാത്രിയാവാൻ നോക്കിയിരിക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ എന്താ സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ സംസാരിക്കും. എന്തോരം ഉണ്ടാവും, രാത്രി മുഴുവനും സംസാരിക്കണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഭർത്താവ് ഒരു മുറിയിൽ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തി. ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവരങ്ങോട്ട് പറയണ സഹനത്തെക്കുറിച്ച് കേട്ടിട്ട് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല. അതുപോലെ ഭയാനകമായ സഹനം. എല്ലാവരും പറയണ, ഞാൻ മൂത്തവളാണ്, ഞാനാണ് എങ്ങനെയെങ്കിലും നേഴ്സായി ഒന്ന് ഫോറിനിൽ പോയി കുടുംബത്തെ ഒന്ന് രക്ഷിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷെ ഇപ്പൊ ആർക്കും എന്നെ വേണ്ടെന്ന് മാത്രമല്ല, എനിക്കെതിരായി അവർ പറയണതും ചെയ്യണതും, അപ്പൻ പോലും അമ്മ പോലും സഹോദരന്മാരെല്ലാവർക്കും ഞാൻ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവരെന്നോട് പറയണത് ഇന്നതിനെ തന്നെയാണ്. കേട്ടപ്പോൾ ശരിക്ക് ഭയാനകമായ വേദനയാണ്. അവരങ്ങ് വാവിട്ട് കരയാണ് പറയുമേക്ക. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്